ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് റീമാൻ ഇന്റഗ്രൽ ആൻഡ് റീമാൻ സ്റ്റിൽജെ ഇന്റഗ്രൽ. ഓക്കെ, റീമാൻ ഇന്റഗ്രൽ ആൻഡ് റീമാൻ സ്റ്റിൽജെ ഇന്റഗ്രൽ. അപ്പൊ നമുക്കറിയാം എന്തിനാണ് ഇന്റഗ്രൽ എന്ന് നമുക്കറിയാം. ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന് അണ്ടറിലുള്ളൊരു ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിക്കാനാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലൊരു ഫംഗ്ഷൻ തന്നു വിചാരിക്കാം. Okay, it's from AB. This is A to. അപ്പൊ ഇത്തരത്തിലൊരു ഫംഗ്ഷൻ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇതിനെ പാർട്ടീഷൻ ചെയ്യും അല്ലെ. എ ബിയെ പാർട്ടീഷൻ ചെയ്തിട്ട് x1 x2 എക്സെട്ര xn മൈനസ് 1 ദിസ് ഇസ് xn. എന്നിട്ട് നമ്മൾ ഇത്തരത്തിലൊരു എന്ത് ചെയ്യും പറ്റും, ഈ രീതിയിലാക്കി പറ്റും അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ റിഫൈൻമെന്റ് എടുക്കും. നമ്മൾ സാധാരണ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതി ഇതാണ്, റിഫൈൻമെന്റ് എടുക്കും അല്ലെ. അപ്പൊ ഇവിടെ നമുക്കൊരു ഏരിയ കിട്ടും അല്ലെ. ഇതിന്റെ ഏരിയ കാണും, ഇതിന്റെ ഏരിയ കാണും, ഇതിന്റെ ഏരിയ കാണും, ഇതിന്റെ ഏരിയ കാണും. എല്ലാത്തിന്റെ ഏരിയ കണ്ടിട്ട് സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ബ്ലോക്കുകളുടെ ഒക്കെ ഏരിയ കിട്ടും. പക്ഷെ എന്നാലും അവിടെ നിന്ന് ഇത്രയും ഭാഗം ബാക്കി വരുന്നുണ്ട്. അപ്പൊ എക്സാക്ട് അതിന്റെ ഏരിയ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റിഫൈൻമെന്റ് എടുക്കും. ഈ പാർട്ടീഷന്റെ റിഫൈൻമെന്റ് എടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഇത്രയും ഭാഗം പിന്നെയും കുറഞ്ഞില്ലേ. ഓക്കെ, ഇത്തരത്തിൽ അമൻമെന്റ് റിഫൈൻമെന്റ്സ് എടുക്കും. അപ്പൊ അത്രയും ഭാഗം പിന്നെയും കുറഞ്ഞു അല്ലെ. ഇവിടെ നമ്മൾ റിഫൈൻമെന്റ്സ് എടുക്കും. ഇനി അങ്ങനെ റിഫൈൻമെന്റ് എടുത്തുകൊണ്ടേ പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ റിഫൈൻമെന്റ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിങ്ങനെ ആ ഏരിയാസ് ഒക്കെ, ഇത്ര ഏരിയാസ് ഒക്കെ നമുക്ക് അവിടുന്ന് ഒഴിവാക്കിയിട്ട് കറക്റ്റ് ഏരിയയിലേക്ക് അപ്രോച്ച് ചെയ്യും. ഇതാണ് ആക്ച്വലി എന്ത് റീമാൻ ഇന്റഗ്രലിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇതാണ് ആക്ച്വലി റീമാൻ ഇന്റഗ്രലിന്റെ കോൺസെപ്റ്റ്. അപ്പൊ റിഫൈൻമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആസ് n tends to infinity അങ്ങോട്ട് പോകും. That is the integral a to b f dx എന്ന് പറയുന്നത്, f of x dx എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആക്ച്വലി റീമാൻ ഇന്റഗ്രലിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ റീമാൻ ഇന്റഗ്രലിന്റെ കോൺസെപ്റ്റിന്റെയാണ് ആവശ്യം. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് റീമാൻ സ്റ്റിൽജെ ഇന്റഗ്രൽ ആണ്, കുറച്ചുകൂടി ജനറലൈസേഷൻ ആണ്. അപ്പൊ ഈ ജനറലൈസേഷന്റെ എന്താണ് ആക്ച്വലി, ജനറലൈസേഷന്റെ ഒരു പെർട്ടിക്കുലർ കേസ് ആണ് ഇത് റീമാൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പൊ ജനറലൈസേഷൻ പറയുമ്പോൾ നമ്മൾ ആക്ച്വലി അവിടെ വരുന്നത് ഒരു, നമ്മൾ ഫസ്റ്റ് കണക്കാക്കുന്നത് ഒരു മോണോട്ടോണിക് ഫംഗ്ഷൻ കണക്കാക്കും. ഓക്കെ, ലെറ്റ് ആൽഫ ബി എ മോണോട്ടോണിക്കലി, ലെറ്റ് ആൽഫ ബി എ മോണോട്ടോണിക് ഫംഗ്ഷൻ, ആൽഫ ബി എ മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. ഓക്കെ, മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓൺ എ ബി. എ ബിയിലൊരു മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എടുക്കും. ഓക്കെ, corresponding to each partition of AB, P of AB, P of AB be a partition of AB. AB യുടെ ഒരു പാർട്ടീഷൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈച്ച് പാർട്ടീഷൻ, അത്തരത്തിലുള്ള ഏതൊരു ഈച്ച് പാർട്ടീഷനും നമ്മൾ എഴുതുന്നത് ഡെൽറ്റ ആൽഫ ഐ, ഡെൽറ്റ ആൽഫ ഐ ഈക്വൽ ടു ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് 1. ഓക്കെ, ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് 1 എടുക്കും. And UPF alpha equal to UPF alpha equal to summation I from 1 to n m delta alpha I എന്നെടുക്കും, m into delta alpha I എന്നെടുക്കും. And LPF alpha summation I from 1 to n small m delta alpha I എന്നെടുക്കും. ഓക്കെ, സ്മോൾ m delta alpha I എന്നെടുക്കും. ഇവിടെ ക്യാപിറ്റൽ M എന്നുള്ള ഒരു ഇതുണ്ട് അല്ലെ. അതായത് നമ്മുടെ എ ബിയെ പാർട്ടീഷൻ ചെയ്തു, എ ബിയെ പാർട്ടീഷൻ ചെയ്തു. ഓക്കെ, അപ്പൊ എക്സ് ഐ ഇവിടെ ഉണ്ടായിരിക്കും, xi minus 1 and xi.
ഇപ്പൊ ഫംഗ്ഷൻ ഇവിടെ എങ്ങനെ ഉണ്ട് വിചാരിക്കുക. സോ നമ്മള് ഇവിടെ എന്തുണ്ടാവും, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തു, റിഫൈൻമെന്റ്സ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം എക്സ്ട്രാ ആയിട്ട് പോവുകയാണ് വരുന്നത്. സോ ഈ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഇതിന്റെ ഇടയിലുള്ള എക്സുകളുടെ സുപ്രീമം, ഇതിന്റെ ഇടയിലുള്ള എക്സുകൾ, ദാറ്റ് ഈസ് xi മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു xi. ഇതിന്റെ ഇടയിലുള്ള എക്സുകളുടെ സുപ്രീമാണ് എം. സ്മോൾ എം എന്ന് പറഞ്ഞാൽ ഇൻഫിമം ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു പി എഫ് ആൽഫ കിട്ടി, എൽ പി എഫ് ആൽഫ കിട്ടി. ഓക്കെ, അതായത് ഈ അപ്പർ ഇന്റഗ്രൽ യു പി എഫ് ആൽഫ എന്ന് പറഞ്ഞാൽ അപ്പർ ഇന്റഗ്രൽ ആണ്, മേലെ ഉണ്ടായിരിക്കും, മേലെ നിന്ന് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക. എൽ പി എഫ് ആൽഫ എന്ന് പറഞ്ഞാൽ താഴ്ന്ന് ഇങ്ങനെ കൂടി കൂടി വരിക. അത് ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒരു ഗ്രാഫ് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഇങ്ങനെ ഉണ്ടായിരിക്കും അല്ലെ. നെക്സ്റ്റ് വരുന്നത് ഇവിടെ ആയിരിക്കും. പിന്നെ വരുമ്പോ ഇവിടെ വരും. അപ്പൊ ഇത്രയും ഭാഗം പുറത്തും ഉണ്ട് അല്ലെ, ഇത്രയും ഭാഗം പുറത്തും ഉണ്ട്, കുറച്ച് ഭാഗം ഉള്ളില് ഉണ്ട്, കുറച്ച് ഭാഗം പുറത്തുണ്ട്, ഉള്ളിലുണ്ട്. അപ്പൊ അങ്ങനെ മാറി മാറി വരാം മേ ബി. ഓക്കെ, മാറി മാറി വരാം. അപ്പൊ മേലെ നിന്ന് എന്ത് ചെയ്യണം, കുറഞ്ഞു കുറഞ്ഞു വരണം. അതാണ് അപ്പർ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പർ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പൊ മേലെ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മള്, അതിന് ആ ഇന്റഗ്രലിനെ നമ്മൾ എന്ത് പറയും, എ ബി ബാർ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻഫിമം എടുക്കണം അല്ലെ, കുറഞ്ഞു കുറഞ്ഞു വരില്ല, ഇൻഫിമം ഓഫ് യു പി എഫ് ആൽഫ ആൻഡ് ഇന്റഗ്രൽ എ ബാർ ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡി ആൽഫ. ഓക്കെ, എഫ് ഡി ആൽഫ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ആൽഫ ആണ് നമ്മൾ ചെയ്യുന്നത്. എഫ് ഡി ആൽഫ ഈക്വൽ ടു സുപ്രീമം ഓഫ് എൽ പി എഫ് ആൽഫ. ഓക്കെ, supremum of LPF. So if these both are equal, upper ഇന്റഗ്രലിന്റെ ഇൻഫിമവും ലോവർ ഇന്റഗ്രലിന്റെ സുപ്രീമവും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് ആക്ച്വലി നമുക്ക് എന്നിട്ട് ആ കർവിന്റെ ഇന്റഗ്രൽ എക്സാക്ട്ലി കിട്ടുന്നത് അല്ലെ. ഇന്റഗ്രലിന്റെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഏരിയ, ആ ഏരിയ എക്സാക്ട്ലി കിട്ടുന്നത്. സോ ഇഫ് ദീസ് ആർ ഈക്വൽ വി സേ ദാറ്റ് എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ. ആർ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ റീമൻ സ്റ്റിൽജെ ഇന്റഗ്രബിൾ ആണെന്ന് പറയാം. If these both are equal, we say that f belongs to R of alpha, that is f is Riemann-Stieltje integrable. Okay, Riemann-Stieltje integrable. അപ്പോൾ ഇവിടെ ആൽഫ എന്നുള്ള ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ അല്ലേ. ആൽഫ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആകുന്ന കേസാണ് ആക്ച്വലി എന്ത് വരുന്നത്, ഡി എക്സ് റീമാൻ ഇന്റഗ്രൽ എന്നുള്ള കേസ് വരുന്നത്. അപ്പോൾ റീമാൻ ഇന്റഗ്രബിൾ ആയിട്ടുള്ള കേസുകളൊക്കെ നമുക്ക് ആക്ച്വലി ആ റിസൾട്ടുകളൊക്കെ നമുക്ക് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിന്റെ റിസൾട്ടുകൾ കുറച്ച് പറയാം. ഓക്കെ, രണ്ട് റിസൾട്ടുകളാണ് നമ്മൾ പറയുന്നത്. കുറച്ച് 2-3 റിസൾട്ടുകളാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, if f is monotonic on AB, ആൽഫ എന്നുള്ളത് മൊണോട്ടോണിക് ആണ് കേട്ടോ. ആൽഫ എപ്പോഴും നമ്മൾ മൊണോട്ടോണിക് ആയിട്ടാണ് എടുക്കുന്നത്, മൊണോട്ടോണിക്കൽ ഇൻക്രീസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇഫ് എഫ് ഈസ് മൊണോട്ടോണിക് ഓൺ എ ബി ദെൻ എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ. ദെൻ എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ. എഫ് എന്താണ്, റീമൻ-സ്റ്റിൽജെ ഇന്റഗ്രബിൾ ആണ്. 2, ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ബി, എ ബി എന്നുള്ള ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ദെൻ എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ. എഫ് എന്താണ്, റീമൻ-സ്റ്റിൽജെ ഇന്റഗ്രബിൾ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ ആൽഫ ഈക്വൽ ടു എക്സ് ആകുമ്പോഴും ഇതൊക്കെ ഇതാണ്, അതായത് റീമൻ ഇന്റഗ്രബിൾ ആണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ റീമൻ ഇന്റഗ്രബിൾ ആണ്, മോണോട്ടോണിക് ആണെങ്കിലും റീമൻ ഇന്റഗ്രബിൾ ആണ്. അതൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും, റീമൻ ഇന്റഗ്രൽസിലും പറയാൻ പറ്റും. അതിന്റെ ജനറലൈസേഷൻ ആയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, റീമൻ ഇന്റഗ്രബിൾ. നെക്സ്റ്റ് 3. നെക്സ്റ്റ് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്ന 2 റിസൾട്ടുകൾ
if f belongs to R of alpha and mod f of x is less than or equal to m, റീമാൻ സ്റ്റിൽ ഇന്റഗ്രബിൾ ആണ്, ആൻഡ് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ അതിന്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മോഡുലസ് ഓഫ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ. ഓക്കെ, മോഡ് എഫ് ഡി ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ. ഓക്കെ, ഇതൊരു മെത്തേഡാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പറയുന്ന റിസൾട്ട്, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന റിസൾട്ട് അതാത്ത റിസൾട്ട് വരുന്നത് അസ്യൂം ആൽഫ ഈസ് ഇൻക്രീസ് മോണോട്ടോണിക്കലി. ഓക്കെ, ആൽഫ ഇൻക്രീസ് മോണോട്ടോണിക്കലി അത് നമുക്ക് അറിയാവുന്നതാണ്. If alpha dash belongs to R, ആൽഫ എന്നുള്ളൊരു മോണോട്ടോണിക്കൽ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയാണെങ്കിൽ if അതിന്റെ ഡെറിവേറ്റീവ് റീമാൻ ഇന്റഗ്രബിൾ ആണെങ്കിൽ, if alpha dash belongs to R or alpha dash is a Riemann integrable function on AB and f is bounded on AB. F is bounded on AB and f is bounded on AB, then f is Riemann-Stieltje integrable if and only if f is Riemann-Stieltje integrable if and only if f into alpha dash is Riemann integrable. f into alpha dash is Riemann integrable. Okay. അപ്പൊ ഇതിൽ നമുക്ക് റിസൾട്ട് ഒരു റീമാൻ സ്റ്റിൽജെ ഇന്റഗ്രേഷൻ കാണാനുള്ള, സ്റ്റിൽജെ ഇന്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, ഇന്റഗ്രലി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമുക്ക് ഇവിടുന്ന് കിട്ടുകയാണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ആൽഫ ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അതായത് ഒരു റീമാൻ ഇന്റഗ്രബിൾ ഫംഗ്ഷനും റീമാൻ സ്റ്റിൽജെ ഇന്റഗ്രൽ ഫംഗ്ഷനും തമ്മിലുള്ളൊരു കണക്ഷൻ ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഈ റിസൾട്ടിലൂടെ നമ്മൾ പറയുന്നത് ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്. ഓക്കെ, ദിസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്. നമുക്ക് കാണാനുള്ള പല ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. റീമാൻ സ്റ്റിൽജെ ഇന്റഗ്രൽസ് കാണാൻ തന്നെ ചോദിക്കാറുണ്ട്. പല മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻസും തന്നിട്ട് നമ്മളോട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ കാണാൻ പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആൽഫ ഡാഷ് റീമാൻ ഇന്റഗ്രൽ ആണോ ചെക്ക് ചെയ്ത് നോക്കുക, എഫ് ബൗണ്ടഡ് ആണോ, എ ബിയിൽ ബൗണ്ടഡ് ആണോ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് അവിടെ അപ്ലൈ ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നു. ഓക്കെ, റീമാൻ സ്റ്റിൽജെ ഇന്റഗ്രൽ ഇത് കാണാൻ സാധിക്കും. ഓക്കെ, ഇത്രയും റിസൾട്ടുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. If f is monotonic on AB, then f belongs to R of alpha. If f is continuous on AB, then f belongs to R of alpha. That is, f is Riemann-Stieltje integrable, and this result. If alpha dash belongs to R, alpha dash Riemann integrable ആണ്, and f bounded on AB. f എന്താണ് AB യിൽ bounded ആണെങ്കിൽ, then f belongs to R of alpha if and only if f alpha dash belongs to Riemann integrable. That is, integral a to b f d alpha equal to integral a to b f of x alpha dash of x dx. Okay, ഇത് നമുക്ക് വേഗം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മുടെ ഇന്റഗ്രേഷന്റെ നോളജ് മാത്രം മതി. ഓക്കെ, സോ ഇത്ര റിസൾട്ടുകളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു. നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെബേക്ക് മെഷർ ആണ്. ലെബേക്ക് മെഷർ, ലെബേക്ക് ഇന്റഗ്രൽ ആൻഡ് മെഷറബിൾ ഫംഗ്ഷൻസ് ആൻഡ് സിമ്പിൾ ഫംഗ്ഷൻ, ഈ 4 സെക്ഷൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.